രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ ഇപ്പോൾ കേസ് പരിഗണിക്കാനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ അറസ്റ്റിന് തടസ്സമില്ല എന്നുള്ള കാര്യം കൂടി കോടതി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അഭിജിത്ത് ജയനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, ഈ രണ്ടാമത്തെ കേസ് വളരെ ബലപ്പെട്ടതായിരുന്നു, ക്രൂരമായ രീതിയിലുള്ള പീഡനം നടന്നു എന്നൊക്കെ വ്യക്തമാക്കുന്നതായിരുന്നു ഈ പരാതി. അതിലിപ്പോൾ എന്താണ് കോടതി പറയുന്നത്? അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലേ മനസ്സിലാവുന്നത്? നീത 23-കാരിയെ ബലാത്സംഗം ചെയ്തെന്നുള്ള രണ്ടാമത്തെ കേസിൽ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായിട്ടുള്ള വാദം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് തേടിയ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അറസ്റ്റ് തടയാതിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് രാഹുലിനെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്താമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഹർജിയിൽ വിധി വരുന്നത് വരെ അറസ്റ്റ് തടയണം എന്നുള്ള കാര്യമാണ് രാഹുൽ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എഫ്ഐആർ നിലനിൽക്കില്ല എന്നുള്ള കാര്യം രാഹുൽ വാദിച്ചു. പരാതിക്കാരി ഇല്ലാത്തുള്ള എഫ്ഐആർ എങ്ങനെയാണ് അത് നിലനിൽക്കുന്നത്? സമയവും സംഭവവും സാഹചര്യവും അടക്കമുള്ള കാര്യങ്ങളില്ല. ഇത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് രാഹുൽ കോടതിയിൽ വാദിക്കുകയും ചെയ്തിട്ടുള്ളത്. KPCC പ്രസിഡന്റിന് ലഭിച്ചത് അത് ഇമെയിൽ സന്ദേശം മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു കേസാണ് ഇത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിക്കുകയും ചെയ്തിട്ടുള്ളത്. 2023 പരാതി ആണിത്. മാത്രമല്ല KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയത് കൊണ്ടല്ലേ ഇത് രാഷ്ട്രീയമായത് എന്നുള്ള കാര്യം കൂടി കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ വാദം പൂർത്തിയാവുന്നതുവരെ തന്റെ അറസ്റ്റ് തടയണമെന്നുള്ള രാഹുലിന്റെ ഇടക്കാല ആവശ്യം അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിത കേസാണോ എന്നുള്ളതാണ് കോടതി തിരിച്ചു ചോദിക്കുകയും ചെയ്തിട്ടുള്ളത്. KPCC പ്രസിഡന്റിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തോന്നിയത് കൊണ്ടാകാം പോലീസിന് ഫോർവേഡ് ചെയ്തെന്നും അറസ്റ്റ് തടയാൻ ഈ കോടതിക്ക് അധികാരമില്ലെന്നും കേസിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. 2023 പരാതി അല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള കോടതി ആ സാഹചര്യത്തിൽ അറസ്റ്റ് തടയുന്നതിന് കോടതിക്ക് അധികാരമുണ്ടെന്നും എന്നാൽ പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് തടയുന്നില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാവുകയും ചെയ്തത്. 23-കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ് രാഹുലിനെതിരെ ബലാത്സംഗ പരാതി നൽകുന്നത്. KPCC പ്രസിഡന്റിന് ആണ് ഈ പരാതി നൽകുന്നത്. KPCCയുടെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് ഈ പരാതി വരുന്നത്. പിന്നീട് ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് KPCC അധ്യക്ഷൻ കൈമാറുകയായിരുന്നു. ഈ കേസിലാണ് മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ കോടതിയിൽ എത്തുകയും ചെയ്തത്. നേരത്തെ നിയമപരമായി മുന്നോട്ട് പോകാൻ പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ആദ്യത്തെ പരാതി പുറത്തു വന്നതോടുകൂടിയാണ് പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നേരിടാൻ പരാതി തയ്യാറായത്. അതേസമയം തന്നെ നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ യുവതിയെ ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞതാണ്. രാഹുലിനൊരു തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടായെങ്കിൽ പോലും ഇപ്പൊ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി രാഹുൽ വീണ്ടും പ്രതിരോധത്തിലാകുന്നു. രാഹുലിനെ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ട സാഹചര്യമാണുള്ളത്. വിശദമായ വാദം കേട്ട ശേഷമാണ് തീരുമാനമെന്ന് രാവിലെ കോടതി വ്യക്തമാക്കിയിരുന്നു. 15-ാം തീയതിയിലേക്ക് കേസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കേസിന്റെ വിശദമായിട്ടുള്ള വാദം തിങ്കളാഴ്ച നടക്കുകയും ചെയ്യും. തിങ്കളാഴ്ച തന്നെ വിധി വരുമോ എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. ഈ വിശദമായിട്ടുള്ള വാദം ആദ്യത്തെ കേസിൽ കേൾക്കണമെന്നും അറസ്റ്റ് തടയരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കോടതി ഇക്കാര്യം പരിഗണിച്ചിരുന്നില്ല. മാത്രമല്ല പരാതി നൽകാനുണ്ടായ കാലതാമസം, പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. മാത്രമല്ല പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ ബലാത്സംഗ പരാതി ഉന്നയിക്കുന്നത് അത് അനുചിതമാണെന്ന സുപ്രീം കോടതി വിധിന്യായങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് 57 പേജുള്ള ഹർജി കോടതിക്ക് മുന്നിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായിട്ടുള്ള വാദം തിങ്കളാഴ്ച നടക്കുകയും ചെയ്യും. എന്നാൽ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 15-ാം തീയതി ഇത് വിശദമായി പരിഗണിക്കാനായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നീത, ഇതിപ്പോ കേസ് ഇനി തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത് പരിഗണിക്കാനുള്ള സാധ്യതയാണല്ലേ കാണുന്നത്? അതായത് ഈ കേസ് അതിന്റെ വിശദമായിട്ടുള്ള വാദം തിങ്കളാഴ്ച നടക്കും. തിങ്കളാഴ്ച 8-ാം തീയതിയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ രണ്ടാമത്തെ കേസിലെ വിശദമായിട്ടുള്ള വാദം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായും രണ്ടാമത്തെ കേസിലാണ് അത് പിന്നീട് ഇത് പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി തന്നെ ഉന്നയിക്കുന്ന ചില ആളുകൾ ഇതിന് കൃത്യമായി മറുപടി നൽകേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച വിശദമായിട്ടുള്ള വാദം നടക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യവുമായി ഇതിനെ
താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ രണ്ടാമത്തെ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് ഇതിന്റെ സമയവും കാലവും ഒന്നും തന്നെ തനിക്ക് അറിയില്ല. മാത്രമല്ല ഇത് കൃത്യമായി കെട്ടിച്ചമച്ചതാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ടുവന്നതാണ്. എന്നാൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ സമയവും കാലവും ഈ ലൈംഗിക പീഡന പരാതികളിൽ ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് ചോദിച്ചത്. 0 FIR ഇടാമല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി കോടതി ചോദിക്കുകയും രാഹുൽ പൂർണ്ണ അർത്ഥത്തിൽ പ്രതിരോധത്തിലായി മാറുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രണ്ടാമത്തെ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് തടയാതിരിക്കുന്ന സാഹചര്യം. അതായത് രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞാൽ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ കടക്കുകയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട SIT സംഘത്തിന് ഒരു തിരിച്ചടി വന്ന സാഹചര്യത്തിൽ ഈ രണ്ടാമത്തെ കേസിൽ അതിവേഗത്തിൽ അന്വേഷണ സംഘം ഇടപെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്കാണ് ഇതിനോടകം തന്നെ പോലീസും മറ്റ് അന്വേഷണ സംഘവും ഒക്കെ തന്നെയും പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ തമിഴ്നാടും കർണാടകയും കേരളത്തിലെ വിവിധ ജില്ലകളും ഒക്കെ തന്നെയും കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയാണ്. പക്ഷെ രാഹുലിനെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പോലീസല്ലേ പിടികൂടേണ്ടത് എന്നടക്കമുള്ള ചില പ്രതികരണങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. കാരണം രാഹുലിനെതിരെ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്ത സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസിന് രാഹുലിനെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചുകൊണ്ടാണ് ഇതിനെ രാഷ്ട്രീയമായി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പിന്റെ സ്വാഭാവികമായ അടുത്ത ദിവസം കൊട്ടിക്കലാശവും ശേഷം നിശബ്ദ പ്രചരണവും അടുത്ത ദിവസം അതിന്റെ അതായത് ചൊവ്വാഴ്ചയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. തദ്ദേശ വിശദാംശങ്ങൾ നൽകിയത്. 23-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യ ഹർജി പരിഗണിക്കുന്ന തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.